ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ കുക്കറിലേക്ക് നമ്മളൊരു 1/2 കപ്പ് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാമ്പാർ പരിപ്പാണിത്. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഏകദേശം ഇത്രയും വെള്ളം മതി. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2 വിസിൽ 3 വിസിൽ ആയി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. ഇനി ഇത് തുറന്ന് നോക്കാം. പരിപ്പൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സാമ്പാർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. സാമ്പാർ കഷ്ണം വാങ്ങിക്കുമ്പോൾ ഒരുപാട് കഷ്ണം കിട്ടും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സാമ്പാറിനുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി അവിയൽ ഉണ്ടാക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മസാലകൾ ചേർത്ത് തുടങ്ങാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കഷ്ണങ്ങൾ മുങ്ങി കിടക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഞാനിത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി ഒരു വിസിൽ അടുപ്പിച്ചാലും മതിയാവും. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇനിയും വേവാനുണ്ട്. ഇനി ഇതിലേക്ക് സാമ്പാർ കായം ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം സാമ്പാർ കായം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ വെണ്ടയ്ക്ക ചേർക്കാനുണ്ട്. വെണ്ടയ്ക്കയ്ക്ക് വേവ് കുറവുള്ളതിനാൽ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. ഈ കുക്കറിൻ്റെ മൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും. ഇനി സാമ്പാറിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിക്കണം. സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കറി നല്ല കുറുകി നല്ല കട്ടിയായി കിട്ടുകയും ചെയ്യും. പിന്നെ സാമ്പാറിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരികയും ചെയ്യും. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മച്ചി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നൊരു സാമ്പാറാണിത്. അപ്പോൾ വളരെ ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെയും അതുപോലെ ഇഡ്ഡലി, ദോശ അവയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. അപ്പോൾ നമ്മുടെ കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു 2-3 ഉണക്കമുളക്, കുറച്ച് വേപ്പില, ഈ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.